LDFിന് തുടർഭരണമുണ്ടായാൽ മലയാളത്തിലെ പാവപ്പെട്ട എന്ന പ്രയോഗം ഉണ്ടാകില്ലെന്ന് MV ഗോവിന്ദൻ. രാജ്യങ്ങളെക്കാൾ മേലെയായിരിക്കും കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പാവങ്ങൾ എന്ന പ്രയോഗം ഇനി മലയാള ഭാഷയിൽ ജനങ്ങളെ മുൻനിർത്തി പറയാനുണ്ടാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വെള്ളാപ്പള്ളിയുടെ വർഗീയ പ്രസ്താവനകളെ CPM അതാത് സമയങ്ങളിൽ പരസ്യമായി തള്ളിപ്പറഞ്ഞതാണ്. വർഗീയ പരാമർശത്തിൻ്റെതായ ഒരു പ്രയോഗത്തിനും ഞങ്ങളുടെ പിന്തുണയുണ്ടാവില്ല. വർഗീയത ആര് പറഞ്ഞാലും അതിനെതിരെ എന്നും ശക്തമായ നിലപാടാണ് CPM സ്വീകരിച്ചിട്ടുള്ളത്. ഭരണ തുടർച്ചയ്ക്ക് CPMലെ കമ്മ്യൂണിസ്റ്റുകാർ എതിരാണെന്ന് VD സതീശനും വേണുഗോപാലും പറയുന്നത് ശുദ്ധ തോന്നിയാസമാണ്. നുണരോഗമാണ് ഇവർക്ക് ബാധിച്ചിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റുകാർ തുടർഭരണത്തിനെതിരാണെന്ന് സർവേ റിപ്പോർട്ടുകൾ എന്ന പോലെ കോൺഗ്രസ് നേതാക്കൾ വ്യാപകമായി കള്ളപ്രചരണം നടത്തുകയാണെന്നും ഗോവിന്ദൻ പറഞ്ഞു. നെല്ലിനും ഗോതമ്പിനും നൽകി വരുന്ന മിനിമം സപ്പോർട്ട് പ്രൈസ് ബോണസ് നിർത്തലാക്കണമെന്ന കേന്ദ്ര നിർദ്ദേശത്തിൽ നിന്ന് കേരളത്തെ ഒഴിവാക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഇക്കാര്യം ആവശ്യപ്പെട്ട അദ്ദേഹം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് കത്തയച്ചു. അധിക സ്റ്റോക്കും സാമ്പത്തിക ബാധ്യതയും ചൂണ്ടിക്കാട്ടി ബോണസ് നിർത്തലാക്കുന്നത് പരിഗണിക്കണമെന്ന് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളോട് കേന്ദ്ര ധനകാര്യ എക്സ്പെൻഡിച്ചർ സെക്രട്ടറി ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് BJP സംസ്ഥാന അധ്യക്ഷന്റെ ഇടപെടൽ. മാവേലി എക്സ്പ്രസിൽ TTIക്ക് നേരെ ആക്രമണം. തിരുവനന്തപുരം മംഗലാപുരം മാവേലി എക്സ്പ്രസിൽ വെച്ചായിരുന്നു സംഭവം. പ്രതിയെ പിടികൂടി. എറണാകുളം മട്ടാഞ്ചേരി സ്വദേശി ഷാഹിലാണ് അറസ്റ്റിലായത്. ടിക്കറ്റില്ലാതെ ഇയാൾ യാത്ര ചെയ്തത് TTI ചോദ്യം ചെയ്തതോടെയാണ് ആക്രമണം. ഞായറാഴ്ച രാത്രി മാവേലി എക്സ്പ്രസ് ആലപ്പുഴ തുറവൂർ പിന്നിട്ട സമയത്തായിരുന്നു സംഭവം. ടിക്കറ്റ് ചോദിച്ചതിന് പിന്നാലെ ഷാഹിൽ ട്രെയിനിനുള്ളിൽ വെച്ച് TTI കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. ആക്രമണം തടയാനെത്തിയ റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥനെയും പ്രതി ആക്രമിച്ചു. ഇയാളെ എറണാകുളം റെയിൽവേ പോലീസ് പിടികൂടി. പ്രതി മദ്യലഹരിയിലായിരുന്നുവെന്നാണ് വിവരം. സംസ്ഥാനത്ത് ഇന്നും സ്വർണ്ണവിലയിൽ വർധനവ്. 22 ക്യാരറ്റ് സ്വർണം പവന് 1640 രൂപയാണ് ഇന്ന് കൂടിയത്. ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വിപണി വില 1,16,480 രൂപയാണ്. 205 രൂപ വർദ്ധിച്ച് 1 ഗ്രാമിന് 14,560 രൂപയാണ് ഇന്നത്തെ വില. അന്താരാഷ്ട്ര സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിനാൽ സ്വർണ്ണവില വീണ്ടും ഉയരുമെന്ന് സൂചനകളാണ് വരുന്നത്. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ അന്താരാഷ്ട്ര വിലയെ അനുസൃതമാക്കിയാണ് കേരളത്തിൽ വില നിശ്ചയിക്കുന്നത്. പാലക്കാട് ഓടിക്കൊണ്ടിരുന്ന ചരക്ക് ലോറിക്ക് തീപിടിച്ചു. സംസ്ഥാന പാതയിലാണ് അപകടം. വണ്ടിയുടെ എഞ്ചിനിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട് ഡ്രൈവർ ഇറങ്ങി ഓടുകയായിരുന്നു. പാലക്കാട് പൊന്നാനി സംസ്ഥാന പാതയിൽ പത്തിരിപ്പാലയിൽ എത്തിയപ്പോഴായിരുന്നു സംഭവം. വാഹനം പൂർണ്ണമായും കത്തി നശിച്ചു. തലനാടിരിക്കാണ് ഡ്രൈവർ പൊള്ളലേൽക്കാതെ രക്ഷപ്പെട്ടത്. ഞായർ രാത്രി 11:45 കോയമ്പത്തൂരിൽ നിന്നും പഞ്ചസാരയുമായി വന്ന ലോറിക്ക് തീപിടിച്ചത്.